ഹലോ കൊച്ചുകൂട്ടുകാരെ, ദിസ് ഇസ് മീ യുവർ ടോമച്ചൻ. ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. വർണ്ണച്ചിറകുകളുമായി പാറി നടക്കുന്ന ചിത്രശലഭങ്ങളെ ഇഷ്ടമുള്ളവർ എത്ര പേർ ഉണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൈപൊന്തിക്കും, ഇല്ലേ? നമുക്കെല്ലാവർക്കും ചിത്രശലഭങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. എങ്ങനെയാണ് ചിത്രശലഭങ്ങൾ ഉണ്ടാകുന്നത് എന്ന് നിങ്ങൾക്കറിയാമോ? ചിത്രശലഭത്തിൻ്റെ ആദ്യത്തെ ഘട്ടമായ മുട്ടയിൽ നിന്നും മുട്ട വിരിയുന്നതിന് ഏകദേശം 2-3 ദിനങ്ങളാണ് എടുക്കുന്നത്. അങ്ങനെ ആദ്യ ഘട്ടം കഴിഞ്ഞ് രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മുട്ട വിരിഞ്ഞു വരുന്ന ലാർവകളുടെ കാലഘട്ടമാണ് ഈ രണ്ടാം കാലഘട്ടം. മുൻപ് നാം പറഞ്ഞു മുട്ട വിരിഞ്ഞ് വരുന്ന ഒരവസ്ഥ. ഈ മുട്ടയെല്ലാം നിക്ഷേപിക്കപ്പെട്ടിരിക്കുന്നത് ഒരു ഇലയിലായിരിക്കാം. ഈ ഇലയാണ് ഈ രണ്ടാം ഘട്ടത്തിൽ ലാർവകൾ ഭക്ഷിക്കുന്നത്. ഈ ഭക്ഷണം ഏറ്റവും അധികം കഴിക്കുന്ന ഈ കാലഘട്ടമാണ് ഒരു പക്ഷേ ചിത്രശലഭത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാന കാലഘട്ടം എന്ന് പറയുന്നത്. ഈ സമയം അവർ ഏറ്റവും അധികം ഭക്ഷണം തങ്ങളുടെ ഉള്ളിലാക്കുന്ന ഒരു കാലഘട്ടമാണ്. കാരണം ഇത്രയും അധികം ഭക്ഷണം ശേഖരിക്കുവാൻ സാധിക്കുമോ അത്രയധികം ഭക്ഷണം ശേഖരിച്ചാലേ തൻ്റെ മൂന്നാം ഘട്ടത്തിലെ അവസ്ഥയെ പൂർത്തീകരിക്കുവാനായിട്ട് ഈ ചിത്രശലഭങ്ങൾക്ക് സാധിക്കുകയുള്ളൂ. അങ്ങനെ ആദ്യത്തെ 1-2 സ്റ്റേജ് കഴിഞ്ഞതിന് ശേഷം മുട്ട വിരിഞ്ഞ് ലാർവയായി ലാർവ ഇലയെല്ലാം ഭക്ഷിച്ചതിന് ശേഷം ഈ ലാർവകൾ തങ്ങൾ ഭക്ഷിച്ച ഇലയുടെ താഴെയോ അല്ലെങ്കിൽ ഈ ചെടിയുടെ താഴെയായിട്ട് തൂങ്ങിക്കിടക്കുന്ന രീതിയിൽ രൂപാന്തരപ്പെടും. അങ്ങനെ പതിയെ ഈ തൂങ്ങിക്കിടക്കുന്ന ലാർവയുടെ ചുറ്റും കൊക്കൂൺ തൻ്റെ ശരീരത്തിൽ തന്നെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കോട്ടൺ അതിനെ ആവരണം ചെയ്ത് ഒരു പ്യൂപ്പയായിട്ട് അത് രൂപാന്തരപ്പെടും. സാധാരണ ഇനങ്ങളിൽപ്പെട്ട ചിത്രശലഭങ്ങൾ ഏകദേശം 10-15 ദിവസങ്ങളാണ് പ്യൂപ്പയ്ക്കകത്ത് ലാർവകളായിട്ട് ഇരിക്കുക. എന്നാൽ ചില ഇനം ചിത്രശലഭങ്ങൾ 1-2 വർഷം എടുക്കുന്ന ഇനങ്ങളും ഭൂമിയിൽ ഉണ്ട് എന്ന ഒരു സത്യത്തെ നാം ആരും മറന്നു പോകരുത്. ഇനിയുള്ള ഘട്ടമാണ് ഏറ്റവും എക്സ്ട്രീമായിട്ടുള്ള ചിത്രശലഭങ്ങളുടെ ഘട്ടം എന്ന് പറയുന്നത്. 4ാമത്തെ ഘട്ടം അഡൾട്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു ഘട്ടമാണ് 4ാമത്തെ ഘട്ടം എന്ന് പറഞ്ഞത്. 1, 2, 3 കാലഘട്ടം കഴിഞ്ഞ് പ്യൂപ്പയ്ക്കകത്ത് നിന്നും ഞാൻ പറഞ്ഞ ഈ ദിനങ്ങളുടെ അടിസ്ഥാനത്തിൽ പൊട്ടി പുറത്തു വരുന്ന ഒരവസ്ഥയാണ് ഈ 4ാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഈ കാലഘട്ടത്തിലാണ് തനിക്ക് ചുറ്റും മനോഹരമായ വർണ്ണങ്ങൾ നിറഞ്ഞ ചിറകുകളുമായിട്ട് ഈ ചിത്രശലഭങ്ങൾ ഭൂമിയിലേക്ക് അവതരിക്കുന്നത്. അങ്ങനെ പൂർണ്ണ വളർച്ചയിലെത്തിയ ചിത്രശലഭം തങ്ങൾക്ക് വളരുവാൻ അനുയോജ്യമായ ഇലകളെ കണ്ടെത്തി അതിൽ മുട്ട ഇടുന്നു. ഈ മുട്ടയിടുന്ന ഈ അവസ്ഥ വീണ്ടും നാം മുൻപ് പറഞ്ഞ സൈക്കിൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് ചിത്രശലഭത്തിൻ്റെ ജീവിത ഘടന എന്ന് പറയുന്നത്. ചിത്രശലഭങ്ങളെക്കുറിച്ച് കേട്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്ക് ഒരു കടലാസ് ചിത്രശലഭത്തെ ഉണ്ടാക്കിയാലോ? നമ്മുടെ വീടുകളിലെല്ലാം നമ്മുടെ റൂമുകളിലെല്ലാം തൂക്കിയിടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് കടലാസ് ചിത്രശലഭത്തെ ഉണ്ടാക്കിയാലോ? നിങ്ങൾ റെഡിയാണോ? ശരി, നമുക്ക് പോകാം. ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമുക്ക് നമ്മുടെ കടലാസ് ചിത്രശലഭത്തെ ഉണ്ടാക്കുന്നതിനുള്ള സാമഗ്രികളാണ് ഇതിവിടെ നമ്മുടെ വീഡിയോയിൽ ഇപ്പോൾ കാണുന്നത്. ആദ്യമായിട്ട് നമ്മളൊരു കളർ പേപ്പർ നമ്മൾ എടുക്കുക. ഈ കളർ പേപ്പർ നേരെ 2ആയിട്ട് മടക്കണം. അതിനുശേഷം കത്രിക ഉപയോഗിച്ച് നമുക്കിതിനെ 2ആക്കി മുറിക്കാം. അങ്ങനെ നമുക്ക് 2 ഭാഗം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ആദ്യത്തെ ഭാഗം നാം എടുത്തിട്ട് അത് 2ആയിട്ട് ഒന്ന് മടക്കേണ്ടതുണ്ട്. ആദ്യം ഇപ്രകാരം ഒന്ന് നീളത്തിൽ ഒന്ന് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം 4 മൂലകൾ ഉള്ളിലേക്കായിട്ട് ഒന്ന് മടക്കേണ്ടതുണ്ട്. അതിപ്രകാരമാണ്. നിങ്ങളൊന്ന് ഈ വീഡിയോ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും.
അങ്ങനെ 4 മൂലയും നാം മടക്കിയിട്ടുണ്ട്. ഇനി നാം ചെയ്യേണ്ടത് ഈ മടക്കിയ പേപ്പറിനൊന്നും കൂടെ നാം നേരത്തെ നീളത്തിൽ മടക്കിയല്ലോ, അതുപോലെ തന്നെ വീണ്ടും നീളത്തിൽ മടക്കുക. ഇങ്ങനെ മടക്കുമ്പോൾ നമുക്ക് ഇതുപോലുള്ള ഒരു ആകൃതി ലഭിക്കുന്നതായിരിക്കും. ഇതിന് ശേഷം നാം ഈ മടക്കിയെടുത്ത് നിന്ന് ഒരല്പം മുകളിലോട്ട്, ഒരല്പഭാഗം ഇവിടെ വെച്ച് ഒന്ന് മുകളിലോട്ട് മടക്കുക. അങ്ങനെ മടക്കിയതിന് ശേഷം വീണ്ടും ഈ മടക്കിയ ഭാഗത്ത് നിന്ന് ഉള്ളിലോട്ട് ഒരല്പം മടക്കുക. വീണ്ടും അതുപോലെ തന്നെ ആവർത്തിക്കുക. അതുപോലെ തന്നെ ഈ സൈഡും, രണ്ടാമത്തെ സൈഡും അങ്ങനെ തന്നെ മടക്കണം. അങ്ങനെ നാം ഉൾഭാഗം ഇങ്ങനെ മടക്കിയിട്ടുണ്ട്. നമുക്കിപ്പോൾ ഇങ്ങനെ കാണുവാനായിട്ട് സാധിക്കും. ഇനി ചെയ്യേണ്ടത് നേർ പകുതിയായിട്ട് ഇത് ഉള്ളിലോട്ട് ഇങ്ങനെ മടക്കുക. ഇങ്ങനെ മടക്കി കഴിഞ്ഞാൽ ചിത്രശലഭത്തിൻ്റെ മുകൾ ഭാഗത്തുള്ള നമ്മുടെ ചിറകിൻ്റെ ജോലി അവസാനിച്ചു. ഇനി നമുക്ക് ഇത് മാറ്റിവെക്കാം. അതിനുശേഷം നാം നേരത്തെ മുറിച്ച് മാറ്റിവെച്ച പേപ്പറിൻ്റെ പകുതി എടുത്ത് നമുക്ക് നമ്മുടെ അടുത്ത അടിഭാഗത്തേക്കുള്ള ചിറകിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യ ഭാഗം നാം ഉള്ളിലേക്ക് മടക്കുക. അതിനുശേഷം വീണ്ടും അതുപോലെ തന്നെ മടക്കുക. ഇത് അവസാനം വരെ, ഈ പേപ്പറിൻ്റെ അവസാനം വരെ ഇതുപോലെ തന്നെ മടക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അങ്ങനെ നമുക്ക് ഇതുപോലെ മടക്കി എടുത്ത പേപ്പറിനെ വീണ്ടും 2ആയിട്ട് നമുക്കുള്ളിലോട്ട് മടക്കാം. അപ്പോൾ അങ്ങനെ മടക്കുമ്പോൾ നമുക്കിതുപോലെ ഒരു ഭാഗം കിട്ടുന്നതായിരിക്കും. ഇനിയാണ് നമ്മുടെ അടുത്ത ഘട്ടത്തിലേക്ക് നാം കടക്കുന്നത്. ഈ 2 ഭാഗത്തിൻ്റെ എൻഡും തമ്മിൽ ഈ ഭാഗത്ത് പശ തേച്ചിട്ട് ഇവിടെ ഒട്ടിക്കേണ്ടതാണ്. അങ്ങനെ നമ്മുടെ കടലാസ് ചിത്രശലഭത്തിൻ്റെ പണി ഏകദേശം പൂർത്തീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ നമുക്ക് ഒട്ടിച്ച് ഇങ്ങനെ അതിൻ്റെ ചിറക് ഭാഗം എല്ലാം വിരിച്ചു വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള കടലാസ് ചിത്രശലഭം നമുക്ക് നിർമ്മിക്കുവാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് നമ്മുടെ റൂമുകളിൽ ഇത് തൂക്കി ഇടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയ ചരട് ഇതിൽ കെട്ടാം. ഞാനതിനായിട്ട് ഉപയോഗിക്കുന്ന വൂളൻ ത്രെഡാണ്. അപ്പോൾ വൂളൻ ത്രെഡ് ഉപയോഗിച്ച് നമുക്ക് ഇതിൻ്റെ നടുഭാഗത്തായിട്ട് കെട്ടാം. അങ്ങനെ നമുക്ക് ആവശ്യമുള്ള വൂളൻ ത്രെഡ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമുക്കിതിനി ഇതിലേക്ക് കെട്ടാം. അങ്ങനെ ചിത്രത്തിൽ കാണുന്ന പോലെ ഞാനിതിന് മുകളിൽ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് നമ്മുടെ വീടുകളിൽ, നമ്മുടെ റൂമുകളിലെല്ലാം നമുക്ക് തൂക്കിയിടാം. ചില സമയങ്ങളിൽ ഇതിൻ്റെ ചിറക് ഇങ്ങനെ അടഞ്ഞു കിടക്കും. അപ്പോൾ നമ്മളതൊന്നൊരല്പം ഒന്നിങ്ങനെ വിടർത്തി കൊടുത്താൽ ഒരല്പം കൂടെ ഭംഗി ഉണ്ടായിരിക്കുന്നതായിരിക്കും. അങ്ങനെ മനോഹരമായിട്ടുള്ള നമ്മുടെ കടലാസ് ചിത്രശലഭം തയ്യാറായി കഴിഞ്ഞു. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. ഇത് ട്രൈ ചെയ്ത് നിങ്ങളുടെ റൂമിൽ ഇതുപോലെ ഭംഗിയായിട്ട് കെട്ടി അലങ്കരിക്കണം എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഇതുപോലെ ഈ കളർ മാത്രമല്ല, പല കളറുകൾ ഉപയോഗിച്ചും നിങ്ങൾക്കിതുപോലെ ചിത്രശലഭങ്ങളെ ഉണ്ടാക്കുവാനായിട്ട് സാധിക്കും. അതെല്ലാം നിങ്ങൾ ട്രൈ ചെയ്ത് അതിൻ്റെ ഫോട്ടോ നിങ്ങൾ ഒരു ദിവസം നിങ്ങളുടെ സ്റ്റാറ്റസ് ആയിട്ട് ഇടണം എന്നും കൂടെ ഓർമ്മിപ്പിക്കുകയാണ്. താങ്ക് യു. കൂട്ടുകാരെ, ജീസസ് കിഡിൻ്റെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു.
ജീസസ് കിഡിൻ്റെ മറ്റൊരു എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് നിങ്ങളുടെ സ്വന്തം ടോമച്ചൻ. അതുവരേക്കും ബൈ.